ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇലയിട്ടുള്ള ഓണസദ്യ മലയാളികളുടെ ഒരു വികാരമാണ്. അതിലേറ്റവും പ്രഥമ സ്ഥാനം ഇഞ്ചിക്ക് തന്നെയാണ്. ഇഞ്ചിക്കറി ഇല്ലാതെ ഒരു സദ്യ നമുക്ക് സങ്കല്പിക്കാനേ ആവില്ല. ഒരു ഇഞ്ചിക്കറി 101 കറികൾക്ക് സമം എന്നൊരു ചൊല്ലുണ്ട്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ നല്ലൊരു ഇഞ്ചിക്കറിയുടെയും 3 വെറൈറ്റി കിച്ചടിയുടെയും റെസിപ്പി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമുക്ക് ഇഞ്ചിക്കറിയുടെ റെസിപ്പിയിലേക്ക് പോകാം. ഒരു 100 ഗ്രാം ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട്. അത് കനം കുറച്ചാണ് ഞാൻ സ്ലൈസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 100 ഗ്രാം ചെറിയ ഉള്ളിയും കനം കുറച്ച് സ്ലൈസ് ചെയ്യണം. 100 ഗ്രാമിൽ കൂടുതൽ ചെറിയ ഉള്ളി വേണം. ഇഞ്ചി എത്ര എടുക്കുന്നോ അതിൽ കൂടുതൽ ചെറിയ ഉള്ളി നമ്മൾ എടുക്കാൻ ശ്രദ്ധിക്കുക. അതും കനം കുറച്ച് തന്നെ സ്ലൈസ് ചെയ്യണം. ഇനി കറിവേപ്പില വേണം. ആവശ്യത്തിന് പുളി വേണം, ഒരു നെല്ലിക്ക വലുപ്പത്തിന്. മുളക് പൊടി, മല്ലിപ്പൊടി 1 ടീസ്പൂൺ വീതം, കായപ്പൊടി, പിന്നെ വെളിച്ചെണ്ണ. ചൂടായ പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ ഇഞ്ചി ഇട്ട് അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഈ ഇഞ്ചി നിങ്ങൾ അരിഞ്ഞെടുത്തതിന് ശേഷം ഒന്ന് തിളച്ച വെള്ളത്തിലിട്ട് അതിൻ്റെ കടുപ്പൊന്ന് മാറ്റിയെടുക്കണം. ഒരു 5 മിനിറ്റ് തിളച്ച വെള്ളത്തിലിട്ട് എടുക്കണം. ഈ ബ്രൗൺ കളർ നിറത്തിലാവുമ്പോൾ നമുക്ക് ഇഞ്ചി വറുത്ത് കോരാം. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് വറുത്തെടുക്കാം. ഇനി അതേ എണ്ണയിൽ തന്നെ നമുക്ക് ചെറിയ ഉള്ളിയും വറുത്ത് കോരാം. ചെറിയ ഉള്ളിയും 5 മിനിറ്റോളം നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇതേ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് അത് വറുത്ത് കോരാം. അതിൽ കൂടുതൽ നിങ്ങൾ മൂപ്പിക്കരുത്. ഒരു കറുത്ത കളറായി പോയാൽ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും. അത് ശ്രദ്ധിച്ചോളണം. ഇനി നമുക്കിത് രണ്ടും കൂടെ ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. ഇഞ്ചി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ആ സെയിം പാനിൽ തന്നെ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉലുവയും വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെക്കണം. മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ പൊടിച്ച് വെച്ചേക്കുന്ന ഇഞ്ചിക്കൂട്ട് ചേർത്ത് ഇളക്കാം. ആവശ്യത്തിന് പുളി ചേർത്ത് കൊടുക്കണം. നമുക്കിനി ഇതിന് വെള്ളം ആവശ്യമുണ്ട്. ഒരു 1.5 കപ്പോളം വേണം. ഞാൻ ഇഞ്ചി അരച്ചെടുത്ത ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പും ആവശ്യത്തിന് ചേർത്തോളണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എനിക്ക് പുളി കുറവായിട്ട് തോന്നി, ഞാൻ കുറച്ചുകൂടി ചേർക്കുന്നുണ്ട്. നിങ്ങളത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കണം. ഇനി കായപ്പൊടിയും കൂടെ ചേർക്കാം. ഇതൊന്ന് ബാലൻസ് ചെയ്യാൻ, അതായത് ഈ എരിവും നമ്മുടെ ഇഞ്ചിയുടെ കടുപ്പും ഒക്കെ ബാലൻസ് ചെയ്യാൻ ഞാൻ ഒരു കഷ്ണം ശർക്കരയും കൂടെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് 2-3 മിനിറ്റ് ഒന്ന് തിളയ്ക്കുമ്പോഴേക്കും അതിൻ്റെ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരും. ഇതാണ് അതിൻ്റെ പാകം. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കിച്ചടിയും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ആദ്യം വൈറ്റ് കിച്ചടിക്ക് വേണ്ടി ഞാൻ 1 കഷ്ണം വെള്ളരിക്കയും 1 പച്ചമുളകും സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പിങ്ക് കിച്ചടിക്ക് വേണ്ടി 1 കഷ്ണം ബീട്രൂട്ടും 1 പച്ചമുളകും സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. യെല്ലോ കിച്ചടിക്ക് വേണ്ടി 3 എരിവില്ലാത്ത പച്ചമുളകും 2-3 ചെറിയ ഉള്ളിയും സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. യെല്ലോ കളർ കിച്ചടിക്ക് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി കിച്ചടിക്ക് വേണ്ടി ഞാൻ ഒരു ബൗൾ നിറയെ തൈര് ഉടച്ചെടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മൂന്ന് കിച്ചടിയും സെയിം പ്രോസസ്സ് തന്നെയാണ് ചെയ്യേണ്ടത്. കടുക് വറുത്ത് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇടുന്നുണ്ട്. എന്നിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന വെള്ളരിക്കയും പച്ചമുളകും ആഡ് ചെയ്തൊന്ന് വഴറ്റിയെടുക്കുക. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 3 മിനിറ്റ് കൊണ്ട് ഈ കിച്ചടി നമുക്ക് റെഡിയാക്കാവുന്നതാണ്. അത്രയ്ക്ക് സിമ്പിളാണ് ഈ 3 കിച്ചടികളും. അതൊന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം.
നമ്മുടെ വെള്ളരിക്ക കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ കടുക് വറുത്ത് നമുക്ക് യെല്ലോ കിച്ചടിക്കുള്ള ഇൻഗ്രീഡിയൻസും പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് ആ മഞ്ഞൾപ്പൊടിയാണ്. അതുപോലെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തൈര് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. യെല്ലോ കിച്ചടിയും റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ ബീട്രൂട്ട് കിച്ചടിയും സെയിം പ്രോസസ്സ് തന്നെ നമുക്ക് കടുക് വറുത്തിട്ട് ഒന്ന് വഴറ്റി ഉപ്പൊക്കെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ 3 കിച്ചടിയും റെഡിയാക്കാവുന്നതാണ് ഇതിൻ്റെ ഒരു മെറിറ്റ്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. പിങ്ക് കളർ കിച്ചടിയും റെഡി. നമ്മുടെ 3 കളർഫുൾ കിച്ചടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ ഇഞ്ചിക്കറിയും. സദ്യയ്ക്ക് ഒരു വെറൈറ്റി ഓപ്ഷനാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തിയത്. നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തേങ്ങയൊന്നും ചേർക്കണ്ട, നമുക്ക് ഒരുപാട് മെനക്കെടുകയും വേണ്ട. അല്ലാതെ തന്നെ സദ്യ ഒന്ന് കളർഫുള്ളാക്കാൻ നിങ്ങൾക്ക് ഇത് തീർച്ചയായും ഉപകാരപ്പെടും. ഈ ഓണസദ്യയിൽ നിങ്ങൾ 3 കിച്ചടിയും ഈ ഇഞ്ചിക്കറിയും ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.